നമസ്കാരം. കഴിഞ്ഞ 30-35 വർഷത്തിനിടയ്ക്ക് ആദ്യമായി ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. ഈ യാത്രയിൽ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. സന്തോഷം തോന്നുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോ വന്ന ദിവസം, അത് കഴിഞ്ഞ് 10 ലക്ഷം കണ്ടെയ്നർ, 20 ലക്ഷം കണ്ടെയ്നർ, MSC ഐറീന വന്ന ദിവസം, MSC ഗുൽസൺ വന്ന ദിവസം. ഗുൽസൺ ഇപ്പോൾ 3-4 തവണ വന്നിട്ട് പോയി. ഗുസ്തിക്കാരെ ആരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ടതായിരുന്നു MSC ഗുൽസൺ വന്ന പശ്ചാത്തലം. അപ്പോഴൊക്കെ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട് ഗുൽസനൊക്കെ വീണ്ടും വീണ്ടും വരുന്നത് കാണുമ്പോൾ. പക്ഷേ ഇന്നലെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. കുറച്ച് ഏറ്റവും പാവപ്പെട്ടവർക്ക്, ഏറ്റവും അധ്വാനിക്കുന്ന നമ്മുടെ തൊഴിലാളി വർഗം, ട്രേഡ് യൂണിയൻ, അവരോടൊക്കെ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇവിടെ ഇന്നലെ സൂചിപ്പിച്ച ഒരു കണ്ടെയ്നർ തിരിച്ച് പുറത്തോട്ടിറങ്ങി കുറച്ച് തൊഴിലവസരം സൃഷ്ടിക്കുകയാണ്. ആർക്കാണ്? വെറും സാധാരണക്കാർക്ക്. അതുകൊണ്ടാണ് സന്തോഷം തോന്നിയത്. ഇവിടെ അദാനി കോടികൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കരിങ്കല്ലടിച്ച് കോടികൾ ഉണ്ടാക്കിയവരെ കുറിച്ച് അറിയാം. അതുപോലെ പല കോൺട്രാക്ട് എടുത്ത കോടികൾ ഉണ്ടാക്കിയവരെ കുറിച്ച് അറിയാം. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. സന്തോഷം തരുന്ന എന്താണ്? സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു ചെറിയ ആശ്വാസം ലഭിക്കുമെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇന്നലെ പറഞ്ഞ കണ്ടെയ്നറിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ. പെർമിഷൻ ഈസ് ഹിയർ ബൈ ഗ്രാൻഡഡ് ഫോർ കട്ടിംഗ് സീൽ ആൻഡ് റീവർക്ക് എ ഡാമേജ്ഡ് കണ്ടെയ്നർ നമ്പർ വിത്ത് ബിൽ ഓഫ് ലാൻഡിംഗ് നമ്പർ. ഞാൻ അത്തരം വിവരങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നത്, കാര്യം അതൊക്കെ സ്വകാര്യ ഇൻഫർമേഷനാണ്. പെർമിഷൻ ഈസ് ഓൾസോ അക്കോർഡഡ് ഫോർ ക്രോസ് സ്റ്റഫിംഗ് ഓഫ് കാർഗോ ഇൻ ടു എ ഫ്രഷ് കണ്ടെയ്നർ. ഇന്നലെ പറഞ്ഞല്ലോ, മുണ്ട്രയിൽ നിന്ന് വന്ന ഒരു കണ്ടെയ്നറിനകത്ത് ലൂബ്രിക്കൻ്റ് ലീക്കായിട്ട് ആ കണ്ടെയ്നർ, ഇനി കണ്ടെയ്നറിൻ്റെ കഥ പറയാം. മുണ്ട്രയിൽ നിന്ന് TRVയിൽ വരുന്നു. TRVയിൽ നിന്ന് ടെമ, നമ്മുടെ ആഫ്രിക്കയിലെ ടെമയിലാണ് ഡയറക്റ്റ് ടെമയിൽ പോകുന്നു. ടെമയുടെ തൊട്ടടുത്തുള്ള മൊൺറോവിയ എന്ന് പറയുന്ന ലൈബീരിയയുടെ ക്യാപിറ്റലിലാണ് ഈ കണ്ടെയ്നർ പോകേണ്ടിയിരുന്നത്. 17 ദിവസം, 18 ദിവസം, 19 ദിവസം കൊണ്ട് അവിടെ എത്തുന്ന ചരക്കാണ്. പക്ഷേ ഇത് ലീക്കായതുകൊണ്ട് കസ്റ്റംസിന്റെ കത്താണിത്. പെർമിഷൻ ഈസ് ഹിയർ ബൈ ഗ്രാൻഡഡ് ഫോർ കട്ടിംഗ് സീൽ. ഇതിന്റെ വലിയ കാര്യമാണ്. ഇതൊക്കെ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന വ്യാപാരമാകുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പെർമിഷൻ ഈസ് ഹിയർ ബൈ ഗ്രാൻഡഡ് ഫോർ കട്ടിംഗ് സീൽ ആൻഡ് റീവർക്ക് ഓഫ് ഡാമേജ്ഡ് കണ്ടെയ്നർ നമ്പർ വിത്ത് ബിൽ ഓഫ് ലാൻഡിംഗ് നമ്പർ. പെർമിഷൻ ഈസ് ഓൾസോ അക്കോർഡഡ് ഫോർ ക്രോസ് സ്റ്റഫിംഗ്. ഇതിനകത്തിരിക്കുന്നതെല്ലാം പുറത്തെടുക്കണം. എത്ര കണ്ടെയ്നർ എന്നറിയാമോ? ഒരു കണ്ടെയ്നറിനകത്ത് 1024 വീപ്പകൾ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ വീപ്പകൾ. ഓരോ വീപ്പയ്ക്കകത്ത് 25 ലിറ്റർ ലൂബ്രിക്കൻ്റ് ഓയിലുണ്ട്. അതിലേതൊക്കെയോ തകരാറ് പറ്റി. ഇനി അതെല്ലാം മുഴുവൻ എടുത്ത് പരിശോധിച്ച് ഏത് കണ്ടെയ്നറിൽ നിന്നാണ് ലീക്കായത് കോമൺ ആയിട്ട് ഏതിലെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം കണ്ടെയ്നർ പുറത്തിറക്കണം. ഒരു ട്രക്കിന് ജോലി കിട്ടുകയാണ്. കണ്ടെയ്നർ എവിടെയെങ്കിലും കൊണ്ട് ഡീസ്റ്റഫിംഗ് കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു empty കണ്ടെയ്നർ യാർഡ്, അവർക്ക് വരുമാനം കിട്ടുകയാണ്. ഇത് മുഴുവൻ പുറത്തിറക്കുന്ന ജോലിയുണ്ട്. 1024 കണ്ടെയ്നർ വീപ്പകൾ പുറത്തിറക്കണം. അത് മുഴുവൻ ഏതെങ്കിലും ഒരു വലിയ വീപ്പയിലോട്ട് ഇത് മുഴുവൻ ഒഴിക്കണം. എന്നിട്ട് ഇത് മുഴുവൻ പരിശോധിച്ചിട്ട് അതിൻ്റെ തകരാറുകൾ പരിഹരിക്കണം. വെൽഡേഴ്സിനൊക്കെ ജോലി ഉണ്ടാവും. പിന്നെ ഇത് മുഴുവൻ സ്റ്റഫ് ചെയ്യണം. വീണ്ടും പഴയതുപോലെ തന്നെ കയറ്റണം. വീണ്ടും കണ്ടെയ്നറിൽ കയറ്റണം. കണ്ടെയ്നർ തിരിച്ച് പോർട്ടിനകത്ത് പോകണം. അപ്പോൾ empty യാർഡിന് ജോലിയായി, തൊഴിലാളികൾക്ക് ജോലിയായി, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് ജോലിയായി, ട്രക്കിന് ജോലിയായി. ഇതാണ് മൾട്ടിപ്ലയർ ഇഫക്റ്റ്. ഒരു കണ്ടെയ്നർ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന മൾട്ടിപ്ലയർ ഇഫക്റ്റ്. അങ്ങനെ TRV ടെമ മൊൺറോവിയ അവിടെ പോകേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാത്രയെല്ലാം മുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കണ്ടെയ്നറിലൂടെ ഈ ഒരു മാറ്റം സംഭവിക്കുമെങ്കിൽ 67 ലക്ഷം കണ്ടെയ്നർ ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ്. നമ്മൾ ആദ്യത്തെ വർഷമൊന്നും അത്രയും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ക്രമേണ 67 ലക്ഷം മാത്രമല്ല, ഇന്ത്യൻ ഓഷൻ റിം നേഷന്റെ മാത്രമല്ല
ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ഇതുപോലുള്ള കാർഗോ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന വാല്യൂ അഡീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് നമ്മൾ ഈ കണ്ടെയ്നറിലൂടെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ തൊഴിലാളി സുഹൃത്തുക്കൾ ഈ ജോലി ഏൽപ്പിച്ചു, അതിൻ്റെ ഒരു കരാർ തുകയൊക്കെ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞു, അതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവരോടുള്ള റിക്വസ്റ്റാണ്, നിങ്ങൾ ഒരു ക്ലയൻറ്റിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കുക. അതാണല്ലോ നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത്. ഒരു ക്ലയൻറ്റിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കുന്ന ശീലം ഉപേക്ഷിക്കണം. കാരണം എന്താണ്? പിന്നാലെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട തുക 1, 2, 3 ക്ലയൻറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് പോയാൽ കുറഞ്ഞ തുകയ്ക്ക് ഈ പണി ചെയ്തു കൊടുത്താൽ പരമാവധി ഇത്തരം ജോലികൾ ഇവിടെ നിർവഹിക്കാം എന്ന് ആഗോള ലോജിസ്റ്റിക്സ് രംഗത്ത് നിൽക്കുന്നവർ, വെയർഹൗസിംഗ് രംഗത്ത് നിൽക്കുന്നവർ തീരുമാനിക്കും. അതുകൊണ്ട് അത്തരമൊരു നയം മാറ്റം കൂടി എൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ പ്രകടിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിനൊപ്പം ചേർത്ത് വയ്ക്കാനുള്ളത്. ഒരു കണ്ടെയ്നർ കാർഗോ പോലും ഉൽപ്പാദിപ്പിക്കാത്ത ട്രിവാൻഡ്രത്ത് എവിടെ നിന്ന് ചരക്ക് വരാനാണ് എന്നുള്ള വലിയ ആക്ഷേപം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. സെയിലിംഗ് കമ്പനിയുടെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു മെയിൽ അയച്ചു. പലർക്കും അയച്ച കൂട്ടത്തിൽ 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് മറുപടി വന്നത് അഹമ്മദാബാദിൽ നിന്നാണ്. ഏതെങ്കിലും കാലത്ത് വിചാരിച്ചിട്ടുണ്ടോ TRVയിൽ അഹമ്മദാബാദിൽ നിന്നൊരു കണ്ടെയ്നർ? അവർക്ക് അവിടെ മുണ്ട്രയുണ്ട്, കണ്ട്ലയുണ്ട്, ഹസീറയുണ്ട്, പല പോർട്ടുകളുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരാൻ അവർ ആലോചിക്കുന്നു, തീരുമാനിച്ചിട്ടില്ല. ദയവ് തെറ്റിദ്ധരിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അവർ വരുന്നത്. എന്തായാലും അവർ ആലോചിച്ചു തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ സുഹൃത്തിന് മറുപടി കിട്ടി. താങ്ക് യു ഫോർ യുവർ മെസ്സേജ്. കുഡ് യു പ്ലീസ് ലെറ്റ് us know the location of the stuffing stations? അടിയറ സിമ്പൽ സ്റ്റഫിംഗ് ആണ്. നമ്മുടെ സ്ത്രീകൾക്കുൾപ്പെടെ, നമ്മുടെ വനിതാ സഖാക്കൾക്കുൾപ്പെടെ ജോലി കൊടുക്കുന്നതാണ് സ്റ്റഫിംഗ് കേന്ദ്രങ്ങൾ. Could you please let us know the location of the stuffing stations you are offering? Kindly also share the available facilities and your rental or lease terms. 1 മണിക്കൂറിനുള്ളിൽ മറുപടി വന്നു. ദയവ് ചെയ്ത് സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകർ ഇതൊരു ദിനചര്യയായി അല്ലെങ്കിൽ ഒരു നിത്യ ജോലിയായിട്ട് ഏറ്റെടുക്കുക. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ന്യൂസ് ലെറ്റർ എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ ബന്ധുക്കൾക്കും, ലോകത്ത് എവിടെ ഇരിക്കുന്നവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി അതിനകത്ത് ഒരു ലെറ്റർ ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് അതിനകത്തുണ്ട്. ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ പ്രത്യേകത, ഇന്ത്യയിലെ പ്രത്യേകത, ലോകത്തിലെ പ്രത്യേകത. ലോകത്തിലിരിക്കുന്ന എല്ലാവർക്കും ഈ തുറമുഖം പ്രയോജനം ചെയ്യും എന്നുള്ളത് അടുത്ത റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ന്യൂസ് ലെറ്റർ അങ്ങ് ഫോർവേഡ് ചെയ്താൽ മതി. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മെസ്സേജ് തിരിച്ചയക്കാൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ വളരെ എളുപ്പമാണ് ഇതൊക്കെ. നിങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് അതിനകത്തുണ്ട്. ആ കത്ത് വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും, ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നാടുകളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന തരത്തിൽ അഹമ്മദാബാദിൽ ഇരിക്കുന്നയാൾക്ക് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു ബന്ധപ്പെടാൻ തോന്നിയെങ്കിൽ ഇനി അടുത്ത കഥയിലോട്ട് വരാം. ഇന്നലത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഹൂസ്റ്റൺ, അമേരിക്കയിലെ ഹൂസ്റ്റൺ. അപ്പോൾ എനിക്കൊരു പിഴവ് പറ്റി. കാരണം ആദ്യത്തെ കണ്ടെയ്നർ കിട്ടിയ ആവേശത്തിൽ ഞാൻ എല്ലാം മറന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പോർട്ടിൻ്റെ പേര് ഉഷോ എന്നാണ് പറഞ്ഞത്. ഉഷോ എന്ന് പറഞ്ഞ പോർട്ടിൻ്റെ പേരില്ല, നമ്മുടെ INTRV പോലുള്ള അവരുടെ കോഡാണ് USHOU, ഹൂസ്റ്റൺ. അമേരിക്കയിലെ ഹൂസ്റ്റൺ HO. എൻ്റെ സുഹൃത്തുണ്ട് ഷാജി ജേക്കബ്, ഹൂസ്റ്റണിൽ നിന്ന്. അദ്ദേഹം ഈ കണ്ടെയ്നർ അവിടെ എത്തുന്നതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വീകരണം കൊടുക്കണം, കണ്ടെയ്നറിന് അവിടെ ഒരു സ്വീകരണം കൊടുക്കണം ഹൂസ്റ്റണിലെ മലയാളികൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഓഡിയോ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ അവിടെ 1 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി നമ്മുടെ തുറമുഖം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിൽ മാറാൻ പോകണം. അവിടെ 1 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്, 50,000-ഓളം പേർ മലയാളികളാണ്. അപ്പോൾ ഈ ന്യൂയോർക്കിലൊക്കെ പോകുന്ന കണ്ടെയ്നർ ഇനി ഡയറക്റ്റ് ഹൂസ്റ്റണിലോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ഈ കഥ തുടരാം. ഹലോ സാർ, ഞാനിപ്പം പറഞ്ഞതുപോലെ തന്നെ ഹ്യൂസ്റ്റൺ ഏരിയയിലുള്ള ചില സിറ്റികൾ, മിസോറി, ഷുഗർലാൻഡ് എന്ന് പറയുന്ന സിറ്റികളിലൊക്കെ നല്ല ഭാഗം ആൾക്കാർ നമ്മുടെ മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള മേയർമാരൊക്കെ മലയാളികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഡയറക്റ്റ് ഷിപ്പ് അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങോട്ടുള്ളൊരു ഷിപ്മെൻറ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ
ന്യൂജേഴ്സി, ന്യൂയോർക്ക് വഴിയൊക്കെ ട്രാൻസ്ഷിപ്മെൻറ്റിലാണ് സാധനം അവിടെ വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ കൂടുതൽ പിന്നീട് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. മനസ്സിലായല്ലോ? ലോകത്തിന്റെ മുക്കിലും മൂലയിലും നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ്, 30 ലക്ഷത്തോളം ഇപ്പൊ അത് കൂടിയിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളെല്ലാം സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോൾ 30 ലക്ഷം, ചിലപ്പോൾ 31, 32, 35 ഒക്കെ ആയിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ തുറമുഖത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയും. നമ്മൾ ഈ വിവരം അവരെ അറിയിക്കണം. അതിന് എളുപ്പമാർഗം ഈ ന്യൂസ് ലെറ്റർ അയച്ചു കൊടുത്താൽ, ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഭാഷാ തടസ്സമില്ല. ആർക്ക് വേണമെങ്കിലും, സായിപ്പിനോ മദാമയ്ക്കോ അറബിക്കോ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തുറമുഖം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം, നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഞങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം എന്ന് പറയുന്നിടത്ത് അതുപോലുള്ള പ്രതികരണങ്ങളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മറുനാടൻ മലയാളിയുടെ പ്രതികരണം കൂടി വായിച്ചുകൊണ്ട് ഇന്നത്തെ സെയിലിംഗ് ഔട്ട് അവസാനിപ്പിക്കാം. ബോംബെ മലയാളിയാണ്. God's own country has an invitation to all the importers and exporters of the world. ഇന്ത്യയിലെ മാത്രമല്ല, ലോകം മുഴുവൻ, of the world, to use the advantages of തിരുവനന്തപുരം പോർട്ട്. ഇതാണ് നമ്മുടെ സ്ലോഗൻ. അതാണ് ലോകം മുഴുവനുമാണ്. 700 കോടി ജനങ്ങളുണ്ട്. എല്ലാവർക്കും, അത് ലോകത്തിന്റെ ഏത് മൂലയിലിരിക്കുന്നവർക്കും പ്രയോജനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒന്നുകിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സാധനം പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് വാല്യൂ അഡീഷൻ നടത്താം, അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റീ എക്സ്പോർട്ടിംഗ് നടത്താം. പല പല സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് മുതൽ ഇന്നലെ വരെ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ തുറമുഖം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം.